വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന മസ്ക ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെല്ലാവരും ബ്രെഡ് ചായയിൽ മുക്കി കഴിക്കാറുണ്ട്, പക്ഷേ ചായ ഒഴിച്ചിട്ട് ക്രീം സ്റ്റഫ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. ഇതിപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പെട്ടെന്നൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചായക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി എന്ന് കൂടെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചായ ഉണ്ടാക്കണം. പാൽ ചായയാണ് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാം. ഞാനിപ്പം നോർമൽ നമ്മൾ സാധാരണയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പാലും വെള്ളവും എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പാലിന് 1/4 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇടുക, അതുപോലെ തന്നെ പഞ്ചസാര ഇടുക. പിന്നെ ഞാനിതിൽ 2-3 ഏലക്കായ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചായ ഉണ്ടാക്കാം, അതെല്ലാം സാഫ്രോൺ ഇട്ടിട്ട് അങ്ങനെയുള്ള ചായ ഉണ്ടാക്കാം, ജിഞ്ചർ ഇട്ടിട്ട്. ഫ്ലേവേഴ്സൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഒന്നുമില്ലാതെ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള പാൽ ചായ വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ് കേട്ടോ. ചായ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അരിപ്പയിലൂടെ അരിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇത് ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ തന്നെ. ഇനി നമുക്ക് വേണ്ടത് എന്താ, 2 ബ്രെഡ് വേണം. വൈറ്റ് ബ്രെഡാണ്. ആ ബ്രെഡിൻ്റെ അകത്ത് നമുക്ക് ക്രീം തേച്ച് കൊടുക്കണം. നമുക്ക് ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞ പാക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. മലായി എന്നൊക്കെ പറയും. ജസ്റ്റ് ക്രീം മാത്രം തേച്ചിട്ട് അതിൻ്റെ മേലെ ചായ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ക്രീമിൽ നിങ്ങൾ കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ മിക്സ് ചെയ്തിട്ട് തേക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ലൈറ്റ് മധുരമാണ് ഉണ്ടാവുക. ഒരു നമ്മൾ ബട്ടർ ടോസ്റ്റ് ചെയ്ത ഒരു ബ്രെഡിൻ്റെ അങ്ങനെയൊക്കെ രീതിയിലാണ് ഉണ്ടാവുക. പക്ഷേങ്കിൽ ഇതിനകത്ത് നിങ്ങൾ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ആ രീതിയിലാണ് കഴിക്കാൻ എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത്. എന്നിട്ട് ഇതാ 2ാമത്തെ ബ്രെഡ് അതിൻ്റെ മേലെ വെച്ച് അതിൻ്റെ മേലെ നല്ല ചൂടുള്ള ചായ ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പം തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. തണുക്കൊന്നും വേണ്ട. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചായ അബ്സോർബായിട്ട് കിട്ടും. ഇത്രയുള്ള പരിപാടി. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്